പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധം. മുൻ സൈനിക മേധാവി നരവനെയുടെ പുസ്തകം ഉദ്ധരിക്കാൻ മല്ലികാർജുൻ ഖാർഗെയെ രാജ്യസഭാ അധ്യക്ഷൻ അനുവദിച്ചില്ല. നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം രാജ്യസഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം പ്രധാനമാണെന്നും രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നും CPM അംഗം ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും എത്രത്തോളം ശക്തമായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം? ദിവ്യ, ലോക്സഭ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ കോൺഗ്രസ് അംഗങ്ങളടക്കം വലിയ പ്രതിഷേധത്തിൽ തന്നെയായിരുന്നു. ഈ പ്രധാനമന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി സംസാരിച്ചില്ലെങ്കിൽ പോലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പാസാക്കും എന്നുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ എത്തുകയും അങ്ങനെ അവർ അത് പാസാക്കുകയായിരുന്നു ചെയ്തത്. വീണ്ടും ബഹളത്തെ തുടർന്ന് തന്നെ ലോക്സഭ പിരിയുകയായിരുന്നു ചെയ്തത്. ലോക്സഭ വീണ്ടും 2 മണിക്ക് ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ലോക്സഭ വീണ്ടും കലങ്ങി മറിഞ്ഞ് തന്നെ പോകാനാണ് സാധ്യത. പലപ്പോഴും ലോക്സഭയുടെ പ്രവർത്തനം ഒരു 10-15 മിനിറ്റിൽ പോലും അധികം നീളുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം രാജ്യസഭയിലും ഇതേ പ്രശ്നം തന്നെയാണ് ഉണ്ടായത്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നൊരു പ്രശ്നം തന്നെയാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായ മല്ലികാർജുന ഖാർഗെ ഉന്നയിച്ചത്. അതേസമയം ഒരു സഭയിലെ പ്രശ്നം മറ്റു സഭയിലെ ഉന്നയിക്കുന്നത് റൂളിങ്ങിന് വിരുദ്ധമാണ്. അങ്ങനെ ഒരു റൂളിംഗ് ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് കൃത്യമായി JP നഡ്ഡ അറിയിച്ചത്. പക്ഷേ ആ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സംസാരിക്കാൻ CPM സഭാ നേതാവ് ജോൺ ബ്രിട്ടാസ് എഴുന്നേറ്റു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. കാര്യം പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ഒരു മഹത്തരമായ പദവിയാണെന്നും അദ്ദേഹത്തെ പ്രസംഗിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത് എന്നുമാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്.